ഈശ്വരന്മാർ കാണിച്ചു തന്ന ഒരു ജീവിതത്തെ അവർ വഴിതെറ്റിച്ച് കാണിച്ചു തന്നു. അതായത് എല്ലാ രാജ്യവും ഭരിച്ചതിന് ശേഷം ആധ്യാത്മികമായി കാര്യങ്ങൾ മനസ്സിലാക്കി വീട് വിട്ട് വനത്തിലേക്ക് പോയി വാനപ്രസ്ഥം ചെയ്ത് മനസ്സിനെ ഉയർത്തുന്നത് ആ സമ്പ്രദായം അവർ തെറ്റിച്ചു. അവരവിടെ തന്നെ ഒതുങ്ങി നിന്ന് കളഞ്ഞു. ഇനി മൂന്നാമത്തത് വൈശ്യന്മാരാണെങ്കിലോ ഓരോരോ ട്രേഡുകൾ ചെയ്തവർ പിന്നീട് അവരുടെ പരമ്പര അത് തുടർന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വൈദ്യൻ്റെ മകൻ വൈദ്യനായി, ഒരു ആശാരിപ്പണി ചെയ്യുന്നവൻ്റെ മകൻ ആശാരിയായി. ഇങ്ങനെ ട്രേഡുകൾ വന്നു. ചിലരാണെങ്കിലോ കൂലി വേല ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവർ, അവരെ ഉയർത്താൻ സമൂഹത്തിൽ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ അവരെ അകറ്റി നിർത്തിയതുകൊണ്ട് അവർക്കും ഉയരാൻ സാധിക്കാതെ വന്നപ്പോൾ ഇവിടെ ജാതി വ്യവസ്ഥ ഒരേ ഭഗവാനിൽ നിന്നാണ് വന്നതെങ്കിലും ഉയർന്നവനെന്നും താഴ്ന്നവനെന്നൊക്കെയുള്ള ചിന്തകൾ വന്ന് ചിലരൊക്കെ ഭഗവാനിൽ നിന്ന് വളരെ അകന്നുപോയി. വാസ്തവത്തിൽ മുഖം ഭഗവാനിൽ നിന്നാണ് വന്നതെങ്കിൽ, പാദവും ഭഗവാനിൽ നിന്നാണ് വന്നതെങ്കിൽ മുഖത്തിനും പാദത്തിനും ഒരേ സ്ഥാനം തന്നെയാണ്. ഇവിടെ വലിയവനെന്നും ചെറിയവനൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ച്യുതികൾ ഭാരതത്തിൽ സംഭവിച്ചപ്പോൾ പിന്നീട് ഇതെല്ലാം നിയമവ്യവസ്ഥകളിലൂടെ അറിയാലോ നമുക്ക്, തൊട്ടുകൂടായ്മയും മറ്റും എന്തെല്ലാം മാറുമറയ്ക്കാൻ പാടില്ലാത്ത സ്ത്രീകളുണ്ടായിരുന്നു, തൊടാൻ പാടില്ലാത്തവരുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അധപ്പതിച്ച സംസ്കാരത്തിലേക്ക് ഭാരതം വീണപ്പോൾ വിവേകാനന്ദ സ്വാമികൾക്ക് കേരളത്തിൽ വന്ന് പറയേണ്ടി വന്നു ഇതൊരു ഭ്രാന്താലയമാണെന്ന്. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ലേ? ഇപ്പോഴും ഇന്നിപ്പോൾ ജാതി വ്യവസ്ഥയാണെങ്കിൽ ഇന്നത് രാഷ്ട്രീയ വ്യവസ്ഥയാണെന്ന് മാത്രം കാണാം. നമുക്ക് ഇതേ കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ച്യുതികൾ സംഭവിച്ചു. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാം? ഇതിനെ മാറ്റിയെടുക്കേണ്ടത് ആധ്യാത്മികമായ ചിന്തയിലൂടെ മാത്രമാണ്. ഇവിടെ എല്ലാവരും വാസ്തവത്തിൽ ഒരേ ഭഗവാനിൽ നിന്നാണ് വന്നതെങ്കിൽ ആരും താഴെയുമല്ല, ആരും മേലെയല്ല എന്ന് മാത്രമല്ല, ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈവൻ ഒരു വേശ്യയിൽ പോലും ഗുരുവിനെ കാണണമെന്നാണ്. താഴ്ന്ന ജീവിതം നയിക്കുന്ന ഒരു വേശ്യയിൽ പോലും ഗുരുവിനെ കാണണം, ഒരു പുഴുവിൽ ഗുരുവിനെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെല്ലാവരെയും ഒരുപോലെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ നമ്മുടെ സംസ്കാരത്തെ മാറ്റണം. അപ്പോൾ ചോദിക്കുകയാണ്, ചിന്തിക്കണം, ഇനി പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ വർണ്ണാശ്രമത്തെ ആധ്യാത്മികമായി കാണേണ്ടത്? ഏത് രീതിയിലാണ് വർണ്ണാശ്രമത്തെ ആധ്യാത്മികമായി കാണേണ്ടത്? ശൂദ്രനെന്നാൽ ശോചിക്കുന്ന മനസ്സുള്ളവരെയാണ് ശൂദ്രൻ. ശോചതി ഇതി ശൂദ്ര എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇല്ലാത്ത കാര്യങ്ങൾ, തനിക്ക് കിട്ടാത്തതിനെക്കുറിച്ച്, ഇപ്പോൾ ഇല്ലാത്തതിനെക്കുറിച്ചിരുന്ന് ദുഃഖിക്കുകയും അതുപോലെ തന്നെ തനിക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും വിഷമങ്ങളിൽ ജീവിക്കുന്നവരൊക്കെ ശൂദ്രന്മാരാണ്. വിഷമങ്ങളിൽ ജീവിക്കുക, എപ്പോഴും പരാതിയും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ജീവിക്കുന്നവരില്ലേ, അവരെയാണ് ആധ്യാത്മിക ദൃഷ്ടിയിൽ ശൂദ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് വേദം പഠിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയോ? അവരൊരിക്കലും സ്വയം ഉയരാൻ തയ്യാറില്ലാത്തവരാണ്. അവർ ധീനരാണ്. അവർക്ക് വേണ്ടത് മറ്റുള്ളവരെല്ലാം അവർക്ക് കൊണ്ടു കൊടുക്കണം. അതുകൊണ്ട് സ്വയം ഉയരാൻ തയ്യാറില്ലാത്തവനോട് വേദം പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് അവരെ അകറ്റി നിർത്തിയത് അതുകൊണ്ടാണ്. എന്നാൽ വൈശ്യൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്നും ഉയർന്ന്, മനസ്സുയർന്നുകൊണ്ട്, വിശദി മനസ്സ് വിശാലമാക്കിയവൻ, ജിജ്ഞാസു അറിയണം എന്നുള്ള ജിജ്ഞാസയുള്ളവരൊക്കെ വൈശ്യന്മാരാണ്. അതുകൊണ്ട് ഭാരതത്തിലുണ്ടല്ലോ 3 കൂട്ടർക്ക് ഉപനയനം ചെയ്യാൻ അർഹതയുണ്ട്. ത്രൈവർണ്യം എന്നാ പറയാം, 3 വർണ്ണങ്ങൾ. ആർക്കൊക്കെയാണത്രേ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ. ഈ 3 കൂട്ടർക്കും ഇവിടെ ഉപനയനത്തിന് യോഗ്യതയുണ്ട്. നമ്മുടെ കർണാടകയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഈ ആശാരിമാരും അതുപോലെ തന്നെ സ്വർണ്ണ പണിക്കാരൊക്കെ ഉപനയനം ചെയ്യിച്ചവരാണ്. അവരൊക്കെ പൂണൂല് ധരിക്കുന്നവരാണ്. അപ്പോൾ എന്തിനാ ഈ പൂണൂല് ധരിക്കുന്നത്? ജിജ്ഞാസയുള്ളത് കൊണ്ട്. എന്താ ജിജ്ഞാസ? ആരെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ? നാശമുള്ളതിനെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസയല്ല, നാശമില്ലാത്തതിനെക്കുറിച്ച്. അങ്ങനെയുള്ളവർ വൈശ്യന്മാരാണ്. അതുകൊണ്ട് വൈശ്യന്മാർക്കൊക്കെ ശാസ്ത്രങ്ങൾ പഠിക്കാനുള്ള യോഗ്യത കൽപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് അത് അഭ്യസിക്കാൻ തുടങ്ങുമ്പോൾ, ക്ഷാത്രം ചെയ്യുമ്പോൾ, ക്ഷാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്നർത്ഥം. പഠിച്ചതിനെ നിരന്തരം അഭ്യാസം ചെയ്തുകൊണ്ട് തൻ്റെ മനസ്സിൽ ഉറപ്പിക്കുന്നതിനെയാണ് ക്ഷാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉപാസകനെയാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി നിരന്തരം ഉപാസിക്കുന്നവരൊക്കെ ക്ഷത്രിയന്മാരാണ്.
മനസ്സിലാവുണ്ടോ? ക്ഷത്രിയന്മാർ. ക്ഷത്രിയ എന്നുള്ള ശബ്ദത്തിനർത്ഥം, ക്ഷാത്രം എന്നുള്ള ശബ്ദത്തിനർത്ഥം എല്ലാം കൂട്ടിച്ചേർത്ത് ഉറപ്പിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ. അപ്പം താൻ പഠിച്ചതും മനസ്സിലാക്കിയതൊക്കെ നിരന്തരം അഭ്യാസത്തിലൂടെ മറന്നുപോവാതെ ആരാണോ ഉറപ്പിക്കുന്നത്, അഭ്യസിച്ചുറപ്പിക്കുന്നത്, അവരൊക്കെ ആര് തന്നെയാണ്? ക്ഷത്രിയന്മാർ തന്നെയാണ്. ഇനി ഇങ്ങനെ അഭ്യസിച്ച് തൻ്റെ മനസ്സിനെ ബ്രഹ്മത്തിലേക്ക് സമർപ്പിച്ച് ബ്രഹ്മവുമായി യോജിപ്പിച്ചവരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എവിടെ എത്തിക്കഴിഞ്ഞു? ബ്രഹ്മവിത്ത്. അങ്ങനെയാണ് ബ്രാഹ്മണനെ ഡിഫൈൻ ചെയ്യുന്നത്. ബ്രഹ്മവിത്ത്. സംസ്കൃതത്തിൽ ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ സ്വാമി നെല്ലിൻ്റെ വിത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതേത് വിത്താണ്? ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ വേണ്ട വിധത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കിയവൻ, അനുഭവിച്ചവനാണ്. അതുകൊണ്ട് ബ്രാഹ്മണ സന്തു നിർഭയ. ബ്രാഹ്മണന്മാർക്ക് എന്തില്ല? അവർക്ക് അല്പം പോലും ഭയമില്ല എന്നാണ്. ഇന്നിപ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ? അങ്ങനെയാണ് ഭാരതീയ സംസ്കാരം നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഒരു തരത്തിലും മനസ്സിൽ ഭയമില്ലാതെ പരിപൂർണമായി തൻ്റെ മനസ്സിനെ ഉയർത്തിയ ആളുകൾ, അങ്ങനെ ഉയർത്തിയ ആളുകളെ ബ്രാഹ്മണൻ എന്ന് വിളിക്കണം. അപ്പോൾ ആരൊക്കെയാണ്? ശൂദ്രൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ബ്രാഹ്മണൻ. ക്ലിയർ ആണല്ലോ? ശൂദ്രൻ എന്ന് പറഞ്ഞാൽ വിഷമങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ പരാതികളും പറഞ്ഞ് ശോചിക്കുന്നവൻ. വൈശ്യൻ എന്ന് പറഞ്ഞാൽ ജിജ്ഞാസുവായിട്ടുള്ളവൻ. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ നിരന്തരം അഭ്യാസത്തോടുകൂടി ഒരു ചിട്ടയോടുകൂടി ജീവിച്ച് തൻ്റെ മനസ്സിനെ പടിപടിയായി ശനൈശനൈരുപരമേ ബുദ്ധിയാതൃതിക്രീതയ ക്രമേണ തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്തുന്നു. ചിട്ടയോടുകൂടി ജീവിക്കുന്നവൻ. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്തവൻ, ബ്രഹ്മണ്യത്വം ഉള്ളവൻ. അതാണ് ബ്രാഹ്മണൻ എന്നുള്ള ശബ്ദം തന്നെ നോക്കും നിങ്ങൾ. ബ്രഹ്മവുമായി ബന്ധപ്പെട്ടതാണ് ആ ശബ്ദം വന്നിരിക്കുന്നത്. ഇപ്രകാരം ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാളെ ഒരു ഗുണത്തിൽ നിന്നും മറ്റൊരു ഗുണത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അയാൾക്ക് ആരായിത്തീരാൻ പറ്റും? ബ്രാഹ്മണനായിത്തീരാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഭാഗവതത്തിലെ 5-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അവിടെ ഋഷഭദേവൻ്റെ മക്കളെക്കുറിച്ച് പറയും. അദ്ദേഹത്തിന് എത്ര മക്കളാണെന്നറിയോ? 100 മക്കളാണ്. ഭരതനാണ് മൂത്തവൻ. ആ ഭരതൻ തുടങ്ങിയിട്ടുള്ള മക്കളൊക്കെ 9 പേര് ഗർഭപാത്രത്തിൽ തന്നെ ഭാഗവതാദികൾ കേട്ട് പ്രഹ്ലാദനെ പോലെ ഉത്തമന്മാരായി പോയി. എന്നാൽ 91 പേര് അവരുടെ ജീവിതം പറയാണ്. ഏകാശീതി ജായന്തേയ പിതുരാദേശകാരോ മഹാശാലീന മഹാശ്രോത്രിയാം യജ്ഞശീല കർമ്മവിശുദ്ധാം ബ്രാഹ്മണ ബഭൂവു. അവര് ബ്രാഹ്മണ ബഭൂവു. ജനിച്ചത് ഏത് കുലത്തിലാ? ക്ഷത്രിയ കുലത്തിലാണ്. പക്ഷെ അവരായിത്തീർന്നത് എങ്ങനെയാണ്? അവർ ബ്രാഹ്മണായിത്തീരുന്നത് അച്ഛനിൽ നിന്നും ശ്രോത്രിയ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി. ഇനി കേട്ടതുകൊണ്ട് നിർത്തിയില്ല അവര്. യജ്ഞശീല, ജീവിതം തന്നെ ഒരു യജ്ഞമായി കൊണ്ടു നടന്ന് കർമ്മവിശുദ്ധ, മനസ്സ് സമബുദ്ധി കൈവരിച്ച് ആരിലേക്ക് ചേർന്നു? ഭഗവാനിലേക്ക് ചേർന്നപ്പോൾ അവരൊക്കെ ബ്രാഹ്മണരായി തീർന്നു. അപ്പോൾ ഭാരതത്തിൻ്റെ ജാതി സംസ്കാരം എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിനെ എന്നും ശൂദ്രനാക്കുന്ന സംസ്കാരമല്ല, എന്നും വൈശ്യനാക്കുന്ന സംസ്കാരമല്ല. അയാളുടെ മനസ്സിനെ ക്രമേണ ആരാക്കി മാറ്റുന്ന സംസ്കാരമാണ്? ബ്രാഹ്മണനാക്കി മാറ്റുന്ന സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. ഇത് തന്നെയാണ് ഇവിടെ നമുക്ക് ഭാഗവതത്തിലും കാണാൻ സാധിക്കുന്നത്. ഭാഗവതത്തിലെ 7-ാമത്തെ സ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ പറയണോ, അവസാനത്തെ ശ്ലോകം 35-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകം നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. എന്താണ് ഭാഗവതത്തിന് ഇത്തരത്തിലുള്ള ജാതി സംസ്കാരത്തെക്കുറിച്ച് പറയാനുള്ളത്? യസ്യ ലക്ഷണം പ്രോക്തം പുംസോ വർണ്ണാഭിവ്യഞ്ജിതം വ്യഞ്ജകം യദന്യത്രാപി ദൃശ്യേത തൽ തേനൈവ വിനിർദ്ദശേൽ. യസ്യ പുംസോ വർണ്ണാഭിവ്യഞ്ജകം. യസ്യ പുംസോ, ഏതൊരു വ്യക്തിയാണോ വർണ്ണ അഭിവ്യഞ്ജകം, ഒരു വർണ്ണത്തിൽ നിന്നും മറ്റൊരു വർണ്ണത്തിലേക്ക് തൻ്റെ മനസ്സിനെ പരിശുദ്ധീകരിച്ചു കൊണ്ടുവരും. ലക്ഷണം പ്രോക്തം, ശാസ്ത്രത്തിൽ ലക്ഷണം പറഞ്ഞ പ്രകാരം, ശാസ്ത്രങ്ങളിൽ പറഞ്ഞ പ്രകാരം തൻ്റെ മനസ്സിനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇത് തന്നെയാണ് പറഞ്ഞത്. യു കനോട്ട് ഡിസ്ട്രോയ് മാറ്റർ, യു കനോട്ട് ഡിസ്ട്രോയ് എനർജി. യു കൻ ഡിസ്ട്രോയ് ദ മാറ്റർ ബട്ട് യു കനോട്ട് ഡിസ്ട്രോയ് ദ എനർജി. യു ക്യാൻ ഡു വൺ തിങ്, യു ക്യാൻ കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി എന്ന് ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ളവർ പറഞ്ഞത്. ഒരു വളയെ തല്ലി ഒടിച്ചാലും ആ സ്വർണത്തെ
ഒരു മോതിരമാക്കി മാറ്റാം, ഒരു മാലയാക്കി മാറ്റാം, അതിനെയും വീണ്ടും തല്ലിയൊടിച്ചാലും പാദസരമാക്കി മാറ്റാം. ഇങ്ങനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് സ്വർണത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഒരു വർണ്ണത്തിൽ നിന്നും മറ്റൊരു വർണ്ണത്തിലേക്ക്, അങ്ങനെ ആരാണോ പുംസോ വർണ്ണാഭിവഞ്ചകം യത് അന്യത്രാഭിദൃശ്യേത, മറ്റൊരു വർണ്ണത്തിലേക്ക് മനസ്സ് ഉയർത്തിക്കഴിഞ്ഞാൽ പറയാണ് തേനൈവ വിനിർദ്ദേശേൽ, അവനെ അതായിട്ട് കണക്കാക്കണം എന്നാണ്. അപ്പോൾ ഒരു ശൂദ്ര സംസ്കാരമുള്ളവൻ തൻ്റെ മനസ്സിനെ ഉയർത്തി ബ്രാഹ്മണ സംസ്കാരത്തിലേക്ക് എത്തിച്ചാൽ അവൻ ആരായിട്ട് കണക്കാക്കണം? ഇതെന്ന് നമ്മുടെ ഹിന്ദുമതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഭാഗവതത്തിലെ വരികളാണ്, ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതല്ലേ? നോക്കൂ, ഇപ്പം അടുത്ത കാലത്താണ് ഞാൻ പത്രത്തിലൊരു ന്യൂസ് വായിച്ചത്. എന്താണ്, ഏതോ ജന്മം കൊണ്ടൊരു ജാതിയിൽപ്പെട്ട ഒരാൾ ആധ്യാത്മികമായി നന്നാവാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പൂജാദികളൊക്കെ പഠിച്ചൊരു അമ്പലത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ സമ്മതിച്ചില്ല, അത്രേ പൂജ ചെയ്യാൻ സമ്മതിച്ചില്ല. വായിച്ചു നിങ്ങൾ പത്രത്തിൽ? എവിടെ എത്തി നമ്മുടെ ഹിന്ദുമതം? ഇനി ഇതൊന്നുകൂടി ശ്രദ്ധിക്കുക, ഈ ശ്ലോകം. ഇവിടെ ഒരു മുസ്ലിം എന്ന് വിചാരിക്കുക, ഒരു ക്രിസ്ത്യൻ, അയാളുടെ മനസ്സിനെ ഉയർത്തി ബ്രഹ്മണ്യത്വത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ അയാളെ നമുക്ക് തടുക്കാൻ അർഹത ഉണ്ടോ? അപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് എഴുതി വയ്ക്കുന്ന തെറ്റല്ലേ? അന്യമതസ്ഥർക്കൊന്നും പ്രവേശനമില്ല എന്നുള്ളത് അവരൊന്നും ഭാഗവതം ഉൾക്കൊണ്ടിട്ടില്ലല്ലോ പറയുന്നത്, ആണോ? നമ്മൾ എഴുതി വെക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഉയർത്തി ഭഗവാനിലേക്ക് എത്തിച്ചാൽ നമ്മളെല്ലാം ഒന്നാണ്, നമ്മൾ ആരും വേറെ വേറെയല്ല. അനവധി മാലകളിൽ നമ്മളെല്ലാം ഉള്ളിലിരിക്കുന്ന ഒരേ നൂല് തന്നെയാണ്, അല്ലേ? പല രൂപങ്ങളിലിരിക്കുന്ന നമ്മൾ ശ്വസിക്കുന്നത് ഒരേ വായു തന്നെയാണ്. അതല്ലേ നമ്മൾ കാണിക്കേണ്ടത്? ഹിന്ദുമതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ വരേണ്ടതല്ലേ? ചിന്തിക്കൂ നിങ്ങൾ. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് അത് പ്രചരിപ്പിക്കുന്നത് ആരാന്നറിയോ? ഒട്ടും ശാസ്ത്രം പരിചയമില്ലാത്തവർ. എന്നാൽ നമ്മുടെ പുരാണങ്ങളും മറ്റും പറയുന്നത്, ഭഗവാൻ തന്നെ അടിച്ചുറപ്പിക്കുന്നു പറയുന്നത്, യശാസ്ത്രവിധിമുത്സൃജ്യ വർത്തസേ കാമകാരതാം. ഇവിടെ ആരാണോ ശാസ്ത്രവിധി ലംഘിച്ചുകൊണ്ട്, ശാസ്ത്രവിധി വിട്ടുകൊണ്ട് വർത്തിക്കുന്നത്, നത സിദ്ധിമവാപ്നോതി നഗതിം ന സുഖം ന പരാംഗതിം, അവരിവിടെ സുഖം കിട്ടില്ല എന്ന് മാത്രമല്ല പരാംഗതിയും കിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ശാസ്ത്രം പറയുന്നത് യു ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ് ടു വൺ ഫോം ഓഫ് മൈൻഡ് ഇൻ ടു അനദർ ഫോം ഓഫ് മൈൻഡ്. അതായത് നിങ്ങളുടെ ശൂദ്ര മനസ്സിനെ വൈശ്യനാക്കാം, വൈശ്യ മനസ്സിനെ ക്ഷത്രിയനാക്കാം, ക്ഷത്രിയ മനസ്സിനെ ബ്രാഹ്മണനാക്കാൻ സാധിക്കും. അപ്പം ഇവിടെ ഇതൊന്നും ശരീരത്തിലല്ല മാറ്റം വരുന്നത്, ഇതൊക്കെ മനസ്സിലാണ്. അപ്പം ബ്രാഹ്മണന്റെ ലക്ഷണമൊക്കെ ഗീതയിൽ പറയുന്നുണ്ട്, ആരാണ്, ഭാഗവതത്തിലും പറയുന്നുണ്ട് ആരാണ് ബ്രാഹ്മണൻ, എങ്ങനെയുള്ളവനാണ് ബ്രാഹ്മണൻ എന്നൊക്കെ. അതൊക്കെ നമ്മൾ നല്ലവണ്ണം ഗ്രഹിക്കണം. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പൂജ ചെയ്യുന്ന ഒരാളായിട്ടെന്നല്ല ഗീതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 18-ാം അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും, ശമോധമസ്തപശൗചം ചാന്തിരാർജവമേവ ചാം ജ്ഞാനം വിജ്ഞാനമാസ്തിഖ്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ജ്ഞാനവും ഉണ്ടാവണം, വിജ്ഞാനവും ഉണ്ടാവണം. തൻ്റെ ലക്ഷ്യവും മനസ്സിലായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് മനസ്സ് ചേർത്തിരിക്കുന്നവരെയാണ് ഗീതയിലൊക്കെ ആര് പറയുന്നത്? ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇതൊന്നും ജന്മത്തെ നോക്കിക്കൊണ്ടല്ല, ഇതെല്ലാം മനസ്സിനെ നോക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഇതാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്രകാരം ഒരു സ്വഭാവത്തിൽ നിന്നും മറ്റൊരു സ്വഭാവത്തിലേക്ക് മനസ്സുയർത്തിക്കഴിഞ്ഞാൽ തേനൈവ വിനിർദ്ദേശേൽ, അവനെ അത് തന്നെയായിട്ട് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ടതാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്, ഒരു തൻ്റെ ഗുരുവായി കാണുന്നത് ആരെയാണ്? കേട്ടിട്ടില്ലേ കഥ? ഞാൻ പറഞ്ഞുവല്ലോ ഇവിടെ, അല്ലേ? ചണ്ടാളനെ നമസ്കരിക്കുന്ന കഥ പറഞ്ഞില്ലേ? അപ്പൊ ചണ്ടാളനെ പോലും മേഷാ ഗുരുർ മമ, ഇയാൾ എനിക്ക് ഗുരുവാണ്. ഈ രീതിയിൽ നമ്മളുണ്ടല്ലോ മനസ്സ് വികസിപ്പിച്ചോളണം. അപ്പം ഇവിടെ മത്സരാദികളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇന്ന ഗുരുവിൻ്റെ ആളാണ്, ഇന്ന ഗുരുവിൻ്റെ ആളാണ്, ഇന്ന ഗുരുവിൻ്റെ ആളാണ്. നമുക്ക് എല്ലാ ഗുരുക്കന്മാരെയും ഉൾക്കൊള്ളാൻ സാധിക്കും. ഈവൻ രാമകൃഷ്ണ പരമഹംസരുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കഥയിലൂടെ. അദ്ദേഹം ഇസ്ലാം മതക്കാർ ചെയ്യുന്ന രീതിയിൽ സാധനകൾ അഭ്യസിച്ചു നോക്കിയിട്ടുണ്ടെന്നാണ്. കേട്ടിട്ടുണ്ടോ? അദ്ദേഹം അങ്ങനെ അഭ്യസിച്ചു നോക്കിയിട്ടുണ്ട്. ക്രിസ്ത്യൻ സംസ്കാരപ്രകാരമുള്ള സാധനകൾ അഭ്യസിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത്, ഏത് മാർഗത്തിലൂടെ പോകുമ്പോഴും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിരിക്കുന്നത് ഒരേ സത്യത്തെ തന്നെയാണ്. സ്വന്തം അനുഭവത്തിലൂടെയാണ് അദ്ദേഹം പറയുന്നത്.
ഒരു മുസ്ലിം ചെയ്യുന്ന പോലെ പ്രാർത്ഥനാ രീതികളൊക്കെ ചെയ്തു നോക്കിയപ്പോഴും അദ്ദേഹം അനുഭവിച്ചിരിക്കുന്ന ഈശ്വരൻ ഒരേ ഈശ്വരൻ തന്നെയാണ്. ലക്ഷ്യം ഒന്നാണ്, മാർഗങ്ങൾ അനവധിയാണ്. ഇത് തന്നെയാണ് ഗാന്ധിജിയും അനുഭവത്തിലൂടെ പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈശ്വര അല്ലാം തേരേ നാം സബുക്കോ സമ്മതി തേ ഭഗവൻ. ഈശ്വരനായാലും അള്ളാഹെന്ന് വിളിച്ചാലും ഏത് പേര് വിളിച്ചാലും സംഗതി എത്തേണ്ടത് ഒന്ന് തന്നെയാണ്. അപ്പം നമ്മളുണ്ടല്ലോ, ഒരു മുസ്ലിമനും ഒരു ക്രിസ്ത്യാനിക്കും ഒരു സിഖിനും ഒരു ബുദ്ധനും ഏത് മതത്തിൽപ്പെട്ടവനായാലും അവസാനം ആരായി തീരാൻ പറ്റും? ബ്രാഹ്മണനായിട്ട് ആരോട് ചേരാൻ പറ്റും? ഭഗവാനോട്. ഇതാണ് ഹിന്ദു മതത്തിൻ്റെ വിശാലത എന്ന് പറയുന്നത്. അവിടെ തന്നെ പിടിച്ചു നിർത്തി, നീ എന്നും മുസ്ലിം ആവ്, നീ എന്നും ക്രിസ്ത്യനാവ്, നീ എന്നും ശൂദ്രനാവ് എന്ന് പറയുന്ന സംസ്കാരമല്ല. നിന്റെ മനസ്സിനെ ഉയർത്തി ഉയർത്തി നീയൊരു ബ്രാഹ്മണനാവെന്ന് പറയുന്ന സംസ്കാരം. നോക്കൂ, നിങ്ങൾ ക്ഷേത്രങ്ങളിൽ കാണുന്നില്ലേ ഇതൊക്കെ? ഒരുപാട് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്, നമ്മളെങ്കിലും മനസ്സുകൊണ്ട് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്രകാരം ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ, ശരിക്കും പറയേണ്ടത് ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ. ഇതാണ് ഏത് വർണ്ണവ്യവസ്ഥ. ഞാൻ ഒന്നുകൂടി ഇതിനെ വ്യക്താക്കാം. എങ്ങനെയാണ് ഈ വർണ്ണം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർണ്ണം എന്നത് മനസ്സിൻ്റെ സ്വഭാവമാണ്. എന്താ വർണ്ണം എന്ന് പറഞ്ഞാൽ? ശരിക്കും വർണ്ണം എന്നുള്ള ശബ്ദത്തിനർത്ഥം നിറം എന്നാണ്. നമ്മുടെ മനസ്സിന് 3 തരത്തിലുള്ള നിറമുണ്ട്. അല്ല സ്വാമി, ഡോക്ടർമാർ തന്നെ പറയുന്നു മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ സിസ്റ്റം, അതിന് എന്ത് നിറമുള്ളത്? ഇവിടെ പറയുന്ന വർണ്ണം എന്ന് പറയുന്നത് ബ്രെയിനിനെ അല്ല, മനസ്സിലുള്ള സംസ്കാരത്തെയാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് ഈ സംസ്കാരങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമാണ്. ഫിലമെൻ്റ് എന്ന് പറയുന്നത് കറണ്ടിന് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമാണ്. ഫിലമെൻ്റ് ആണോ കറണ്ട്? നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ ബ്രെയിൻ സിസ്റ്റം അതുപോലെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്കുകയോ? അപ്പോൾ എവിടെ പോയി നിങ്ങളുടെ മനസ്സ്? അവർ പറയുന്നു ബ്രെയിൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവണ്ടേ മനസ്സ്? അപ്പം ഡോക്ടർമാർ പറയുന്ന ബ്രെയിൻ അല്ല വാസ്തവത്തിലുള്ള മനസ്സെന്ന് പറയുന്നത്. മനസ്സെന്ന് പറയുന്നത് കുറേ സംസ്കാരങ്ങളാണ്. ആ സംസ്കാരങ്ങൾ 3 നിറത്തോടു കൂടിയതാണ്. ഏതൊക്കെയാണ് നിറം? പ്രകൃതിയിൽ പ്രധാനപ്പെട്ട 3 നിറങ്ങൾ എന്ന് പറയുന്നത് കറുപ്പ്, ചുവപ്പ്, വെളുപ്പ്. കറുപ്പ്, ചുവപ്പ്, വെളുപ്പ്. വളരെ ശ്രദ്ധിക്കണേ ഈ പറയുന്നതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഈ കറുപ്പ്, വെളുപ്പ്, ചുവപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രകാശം രാവിലെ വരുന്ന സമയത്ത് ഏത് നിറത്തിലാണ്? ചുവപ്പ് നിറത്തിലാണ്. നമ്മുടെ അനുഭവത്തിൽ നമ്മൾ അത്ര വലിയ സയൻറ്റിഫിക്കായിട്ടൊന്നും ചിന്തിക്കേണ്ട. കുറച്ച് കഴിഞ്ഞാലോ സൂര്യൻ്റെ പ്രകാശം കൂടി വരുന്തോറും അത് വെളുപ്പായി. പിന്നെ സൂര്യൻ പോയി കഴിഞ്ഞാൽ കറുപ്പ് ഉണ്ടല്ലോ. കറുപ്പുണ്ട്, ചുവപ്പുണ്ട്, വെളുപ്പുണ്ട്. ഇതിൽ കറുപ്പ് നിറം ശൂദ്രതയെ കാണിക്കുന്നു. കറുപ്പിൽ നിന്നും ചുവപ്പിലേക്ക് ഉയരുന്ന ഒരു മഞ്ഞ നിറമുണ്ട്. ആദ്യം തന്നെ സൂര്യൻ്റെ കിരണം വരുമ്പോണ്ടല്ലോ തനി ചുവപ്പല്ലത്, ഒരു മഞ്ഞ നിറമാണ്. ആ മഞ്ഞ നിറം വൈശ്യതയെ കാണിക്കുന്നു. ചുവപ്പ് നിറം ക്ഷത്രിയതയെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് വെളുത്ത നിറം ബ്രാഹ്മണനെ കാണിക്കുന്നു. ഇങ്ങനെ ആണ് മനസ്സിന് 4 വർണ്ണങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ 3 തരത്തിലുള്ള ഉപാസന രീതികളും വന്നു. അതായത് വെളുപ്പിനെ ഉപാസിക്കുന്നത്, സത്വഗുണമുള്ള ദേവന്മാരെ ഉപാസിക്കുന്ന ഒരു രീതി വന്നു. അത് വൈഷ്ണവ സമ്പ്രദായമായി മാറി. ചുവപ്പിനെ ഉപാസിക്കുന്നത് രജോ ഗുണത്തിൻ്റെ ഒരു സംസ്കാരമായി മാറി. അത് ദേവീ ഉപാസനകളായിട്ട് മാറി, ശാക്തേയ പൂജകളായി മാറി. അതിനുപയോഗിക്കുന്ന പൂക്കളുടെ നിറവും ചുവപ്പ് നിറമാണ്. പിന്നീട് തമസിൻ്റെ പ്രതീകമായി ഈ ശിവപൂജാദികളൊക്കെ വന്നു. അതുകൊണ്ട് പണ്ട് കാലത്ത് ശിവനെ പൂജിക്കുന്ന സമയത്ത് പ്രാകൃതമായൊരു പൂജ പഴയ കാലത്തുണ്ടായിരുന്നു. അന്നുണ്ടല്ലോ ഈ മദ്യവും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്നു. കുളിക്കുകയില്ല, അങ്ങനെയുള്ള ഒരു ആളുകളാണ് ഈ ശിവപൂജകളൊക്കെ കൊണ്ടു നടന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം കാശ്മീർ ഭാഗങ്ങളിലൊക്കെ പോയാൽ ഇങ്ങനെയുള്ള ആളുകളെ. കേരളത്തിലാണ് ഈ വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമ്മളെല്ലാം ഒരേ സാത്വികമായിട്ട്. ഇപ്പം തന്നെ നമുക്കറിയാലോ, നമ്മുടെ പല ദേവീക്ഷേത്രങ്ങളിലും പലതരത്തിലുള്ള കോഴിവെട്ടും മറ്റുമൊക്കെ മാറി ഇപ്പം നമ്മൾ മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയൊക്കെ സാത്വികമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സാത്വികം, രാജസികം, താമസികം, ഈ ഉപാസനകൾ വന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പം 3 തരത്തിലുള്ള സംസ്കാരങ്ങൾ